ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം നാളെയാണ് ബ്രസീൽ കളിക്കുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 നടക്കുന്ന മത്സരത്തിൽ ഇക്വഡോറാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഈ മത്സരത്തിന് കാർലോ ആഞ്ചലോട്ടി എങ്ങനെയാണ് ടീമിനെ ഇറക്കുന്നത് എന്നതിൻ്റെ ഏകദേശ ചിത്രം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. യുവ സൂപ്പർ താരമായ എസ്റ്റവായോ വില്ലൻ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്നാണ് ഗ്ലോബോ ഇപ്പോൾ പറയുന്നത്. അതേസമയം മറ്റൊരു യുവ സൂപ്പർ താരമായ ആൻഡ്രെ സാന്റോസിന് മത്സരത്തിൽ അവസരം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് യുവതാരങ്ങളെക്കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും പുകഴ്ത്തുകയാണ് പരിശീലകൻ ചെയ്തിട്ടുള്ളത്. ആൻഡ്രെ സാന്റോസിനെ കുറിച്ച് പരിശീലകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരുപാട് ക്വാളിറ്റിയുള്ള താരമാണ് ആൻഡ്രെ സാന്റോസ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും എനിക്കറിയില്ല. ഈയിടെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. പക്ഷെ അദ്ദേഹം ഒരു കംപ്ലീറ്റ് മിഡ്ഫീൽഡറാണ്. ആൻഡ്രിയാസ് പെരേരയും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും മികച്ച താരങ്ങളാണ്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി ബ്രസീലിൻ്റെ ഭാവി വാഗ്ദാനമായ എസ്റ്റവായോ വില്ലിനെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്: എങ്ങനെ ഡ്രിബിൾ ചെയ്യണമെന്ന് എനിക്ക് എസ്റ്റവായോ വില്ലിനെ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്നെക്കാളും നന്നായി അത് അദ്ദേഹത്തിന് അറിയാം. എനിക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ഏക ഉപദേശം ടീമിനെ സഹായിക്കാൻ വേണ്ടി നല്ല രൂപത്തിൽ ഡിഫെൻസീവായിട്ടുള്ള എഫേർട്ട് എടുക്കുക എന്നതാണ്. അസാധാരണമായ ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എസ്റ്റവായോ വില്ലൻ. വളരെയധികം ക്രിയേറ്റിവിറ്റി ഈ താരത്തിനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: യുവതാരങ്ങൾ നല്ല ക്ഷമ കാണിക്കുകയും സൂക്ഷിക്കുകയും വേണം. അദ്ദേഹം ക്ഷമയോടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കണ്ടെത്തണം. വളരെയധികം ക്വാളിറ്റിയുള്ള താരമാണ് അദ്ദേഹം. തീർച്ചയായും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാവിയിലെ വളരെ പ്രധാനപ്പെട്ട താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിയും. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ആഞ്ചലോട്ടിയുടെ വരവ് ബ്രസീലിയൻ ആരാധകർക്കെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് യുവ പ്രതിഭകൾ ബ്രസീലിയൻ ദേശീയ ടീമിനകത്തുണ്ട്. എന്നാൽ അവരെ എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ മുൻകാല പരിശീലകർക്ക് സാധിച്ചിരുന്നില്ല. ആഞ്ചലോട്ടി യുവതാരങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും. എസ്റ്റവായോ വില്യൻ, അതുപോലെ തന്നെ ആൻഡ്രെ സാന്റോസ് തുടങ്ങിയ താരങ്ങൾക്ക് ഇദ്ദേഹത്തിന് കീഴിൽ കൂടുതൽ അവസരം ലഭിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.